Hello aspirants, welcome to IAS Academy. Genetics ആണ് നമ്മൾ നോക്കിയത്. ജെനറ്റിക്സ് തൊട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് ജെനറ്റിക്കിൻ്റെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ മെന്റലിയൻ ജെനറ്റിക്സ് ആൻഡ് ഡൈഹൈബ്രിഡ് ക്രോസിംഗ് തൊട്ട് തുടങ്ങാം. ഡോമിനന്റ് ആൻഡ് റിസസീവ് അലൈൽസ്. ഇപ്പോൾ ഒരു പേഴ്സന്റെ ജീൻ എടുത്തു കഴിഞ്ഞാൽ ആ പേഴ്സണിന് അവരുടെ അച്ഛൻ്റെയും അമ്മേൻ്റെയും ജീൻ ഉണ്ടാവും. പക്ഷെ ആ വ്യക്തി അച്ഛൻ്റെ ക്യാരക്ടറാണ് കാണിക്കുന്നത്, അമ്മയുടെ ക്യാരക്ടർ ഹിഡൻ ആണ് എന്നുണ്ടെങ്കിൽ ആ കേസിൽ മദർ ആയിരിക്കും റെസസീവ് ട്രെയ്റ്റ് എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. ജീൻസ് വിച്ച് വർക്ക് ഇൻ പെയർ ആർ കോൾഡ് അലൈൽസ്. അപ്പോൾ അലൈൽസ് പറഞ്ഞാൽ ജീൻസ് in pair. Okay, as we all know, traits are partially determined by our genes. The character seen by us is determined by the dominant allele in the pair. അപ്പോൾ ഇതിൽ ഡോമിനന്റ്, ഞാൻ പറഞ്ഞ കേസിൽ ഡോമിനന്റ് അലൈൽ എന്ന് പറയുന്നത് ഡാഡിന്റെ അല്ലെങ്കിൽ അച്ഛന്റെ ജീൻ ആയിരിക്കും. ഇഫ് ദർ ഇസ് നോ ഡോമിനൻസ്, അതായത് അവിടെ ഹിഡൻ ക്യാരക്ടറാണ്, ദാറ്റ് ഈസ് റിസസീവ് ട്രെയ്റ്റ്. അപ്പം മദറാണ് അവിടെ റിസസീവ് ട്രെയ്റ്റ്. ഓൾ പ്ലാന്റ് സീഡ്സ് പ്രൊഡ്യൂസ് ഇൻ ദ ഫസ്റ്റ് ജനറേഷൻ were round and 3 of the every 4 plant seeds produced in the second generation were round. ഇനി the parents, one possessing wrinkled seeds and other round ആണെന്നുണ്ടെങ്കിൽ അത് ക്രോസ് ചെയ്യുന്ന സമയത്ത് for some reason first and second generationൽ the presence of round seed gene in offspring superseded that of the wrinkled. Superseded means put in that place of wrinkled. So this is called dominance. Okay, രണ്ട് ഒരു parents, one possessing wrinkled seed and the other round and crossing together for some reason first and second generationൽ cross ചെയ്യുന്നു. ക്രോസ് ചെയ്തിട്ട് ഫോർ സം റീസൺ ഇൻ ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ജനറേഷൻ ഈ റൗണ്ട് സീഡിന്റെ ജീനിന്റെ അവിടെ ഓസ്ട്രേലിയ റൗണ്ട് സീഡിന്റെ പ്രസൻസിന് പകരം നമ്മൾ റിങ്കിൾഡ് റിങ്കിളിന് പകരം സൂപ്പർസീഡഡ് ദാറ്റ് ഓഫ് ദ റിങ്കിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇൻസ്റ്റെഡ് ഓഫ് റിങ്കിൾ റൗണ്ട്, ദ പ്രസൻസ് ഓഫ് റൗണ്ട്. സോ ദിസ് ഈസ് കോൾഡ് ഡോമിനൻസ്. Next, Mendel's first law. The alleles of a gene exist in pairs, but when gametes are formed, the members of each pair pass into different gametes. Thus, each gamete contains only one allele of each gene. അപ്പോൾ അലൽസ് എന്ന് പറയുന്നത് അറിയാലോ, ജീൻസ് വിച്ച് വർക്ക് ഇൻ പെയർ എന്നാണല്ലോ അലൽസ്. അപ്പോൾ ഒരു ജീനിന്റെ അലൽ എന്ന് പറയുന്നത് പെയേഴ്സിലുണ്ടെങ്കിൽ അതിന് സെക്സ് സെൽസ് ഫോം ചെയ്യുന്ന ടൈമിൽ ഓരോ പെയറിന്റെയും മെമ്പേഴ്സ് ഡിഫറെന്റ് ഗാമറ്റ്സ് കൂടെ പാസ് ചെയ്യും. അതുകൊണ്ട് ഈച്ച് ഗാമറ്റ് കണ്ടെയ്ൻ ഓൺലി വൺ അലൽ ഓഫ് ഈച്ച് ജീൻ. അതാണ് മെൻഡൽസ് ഫസ്റ്റ് ലോ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. There can be incomplete dominance when a specific gene has both dominant and recessive alleles. അപ്പം നേരത്തെ പറഞ്ഞ ഡോമിനന്റ് ആൻഡ് റിസസീവ് ട്രേറ്റ്സിന് രണ്ടും ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഒരു സ്പെസിഫിക് ജീനിന് രണ്ടും ഉണ്ടെങ്കിൽ there can be incomplete dominance. ആ സിറ്റുവേഷനിൽ the organism shows a phenotype morphed by the presentation of both dominant and recessive alleles. ഫിനോടൈപ്പ് എന്താണെന്ന് ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫണ്ടമെന്റലി ഹെട്രോസൈഗസ്, ദാറ്റ് ഈസ് possessing opposing alleles, organism obtained from homozygous. Heterozygous means possessing opposing alleles. Homozygous means possessing the same alleles, that is RR. Opposing allele അവിടെ ക്യാപിറ്റൽ ലെറ്റർ ആറും സ്മോൾ ലെറ്റർ അപ്പർ കേസും ലോവർ കേസും മെൻഷൻ ചെയ്തിട്ടുണ്ട്. They have phenotype which is dissimilar to that of both their parents. Next, multiple alleles എന്ന് നോക്കാം. Multiple alleles means diploid organism possesses
a maximum of 2 alleles for each gene showing specific character. Okay, ഇത് ഡിപ്ലോയിഡ് ഓർഗാനിസത്തിനെ കുറിച്ചാണ് പറയുന്നത്. മാക്സിമം 2 alleles ഉണ്ടാവും, ഓരോ ജീനും സ്പെസിഫിക് ക്യാരക്ടറാണ് ഷോ ചെയ്യുന്നത്, ആൻഡ് ഓൾസോ obtaining one from each parent. അപ്പോൾ ഈ കേസസിൽ there are some cases where more than 2 kinds of alleles can code for a specific characteristic. ഈ കേസിൽ it is similar to the case of genetic coding. അപ്പോൾ genetic coding സിമിലർ ആയിരിക്കും ഇത് പറയുന്നത്. അപ്പോൾ ടൈപ്സ് ഓഫ് ബ്ലഡ് ഇൻ ഹ്യൂമൻസ് എന്ന് പറയുന്നത് 6 പോസിബിൾ ജീനോടൈപ്പ് കോഡിംഗ് ബ്ലഡ് ഗ്രൂപ്പ്സ് ഉണ്ട്. അത് A, B, AB and O. പിന്നെ ലാസ്റ്റ് വീഡിയോയിൽ ജീനോടൈപ്പ് ഫിനോടൈപ്പ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് സമ്മറി ഓഫ് മെന്റലിയൻ ജെനറ്റിക്സ് എന്ന് പറയുന്നത് മെന്റൽസ് വർക്ക്സ് allowed us to see that there is a degree of genetic inheritance from parents in offsprings. Though modern biology indicates that more factors come into play to determine the final genotype and phenotype of an organism. ഒരു കൂടെ ജീനോടൈപ്പ് ഫിനോടൈപ്പ് എന്താണെന്ന് പറയാം. ജീനോടൈപ്പ് എന്ന് പറയുന്നത് കോമ്പിനേഷൻസ് ഓഫ് ജീൻസ് ഓർ അലേൽ എന്നാണ് പറയുന്നത്. ദ ട്രേറ്റ്സ്, ഈ ജീനോടൈപ്പിന്റെ റിസൾട്ടിലാണ് ഈ ട്രേറ്റ്സ് ഫോം ചെയ്യുക. Okay, phenotype means properties of an organism that are produced because of genotype. That is phenotype. അപ്പോൾ മെന്റൽസ് വർക്കിൽ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിഗ്രി ഓഫ് ജെനറ്റിക് ഇൻഹെറിറ്റൻസ് പാരൻസിൽ നിന്നും കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. We can see that even though modern biology indicates that more factors come into play to determine the final genotype and phenotype of an organism. Sticking to the subject of genetics, let us have a look at sex determination via chromosomes XY and some of the genetic traits inherited via these 2 chromosomes. അപ്പോൾ സെക്സ് ഡിറ്റർമിനേഷൻ XY chromosomes നോക്കുന്ന സമയത്ത് അത് കുറച്ചും കൂടെ ഡീപ്പായി മനസ്സിലായെന്നാണ് അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത്. XY chromosomes and sex determinations എന്താണെന്ന് നോക്കാം. The normal chromosomes complement in human is 46. That is important. Of this, 44 are autosomes. 2 distinct chromosomes are deemed sex chromosomes. That is, which determine the sex of an organism and various sex-linked characteristics. അതുപോലെ most animals who possess excess chromosomes are females. അതായത് സെയിം ലെറ്റർ XX chromosome ആണെങ്കിൽ ഫീമെയിൽ എന്നും മെയിൽ അനിമൽ പോസസ് XY chromosome എന്നും പറഞ്ഞിട്ടുണ്ട്. However, it is not true for all organisms as it can be reversed in some species. അപ്പോൾ സെക്സ് ഡിറ്റർമിനേഷൻ എന്താണെന്ന് നോക്കാം. സെക്സ് ഡിറ്റർമിനേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഇൻഡിവിജ്വലിന്റെ സെക്സ് നമുക്ക് എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇൻ ദ സ്പേം ഗാമറ്റിലാണ് അത് ഡിറ്റർമൈൻ ചെയ്യുന്നത്. The egg gamete is said to be homogametic because all its cells possess the XX sex chromosomes. അപ്പോൾ എഗ് ഗാമറ്റിനെ നമ്മൾ ഹോമോഗാമറ്റിക് എന്നാണ് പറയുന്നത്. സ്പേം ഗാമറ്റ്സിനെ നമ്മൾ ഡീംഡ് ഹെട്രോഗാമറ്റിക് എന്ന് പറയും ബിക്കോസ് around half of them contain the X chromosomes and others possess the Y chromosomes to complement the first X chromosome. Okay, ഇതിനെ ബേസ് ചെയ്തിട്ട് 2 പോസിബിലിറ്റീസ് ഉണ്ട് ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോൾ ബിറ്റ്വീൻ മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമറ്റ്സ്. മെയിൽ അതായത് XX ആൻഡ് XY. ഐ മീൻ 2 പോസിബിലിറ്റീസ് നടക്കുന്നുണ്ട് ഫെർട്ടിലൈസേഷൻ ടൈമിൽ. അതാണ് XX ആൻഡ് XY. Sperms are the variable factor, hence they are responsible for determining sex. എന്തുകൊണ്ടാണ് സ്പേം പ്രീ ഡിറ്റർമൈൻഡ് ഗാമറ്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ sperm ആണ് വേരിയബിൾ ഫാക്ടർ. ദാറ്റ് ഈസ് വൈ ദേ ആർ റെസ്പോൺസിബിൾ ഫോർ ഡിറ്റർമൈനിങ് സെക്സ് ക്യാരക്ടർ. ഇനി ക്രോമസോംസ് X ആൻഡ് Y എന്ന് പറയുന്നത് രണ്ടിനും ഫംഗ്ഷൻ സിമിലർ ആണെങ്കിൽ കൂടെ തന്നെ ദീസ് ഡു നോട്ട് ട്രൂലി ഫോം ഹോമോലോഗസ് പെയർ.
Okay, same pair form ചെയ്യില്ല. Humans' X chromosomes is longer than Y chromosomes and absent in females. Consequently, chromosomes from male sperms decides the sex of the offspring. അപ്പോൾ മെയിൽ സ്പേമിൽ നിന്ന് കിട്ടുന്ന ക്രോമസോംസ് ആണ് ഈ ഓഫ് സ്പ്രിങ്ങിന്റെ സെക്സ് ഡിസൈഡ് ചെയ്യുന്നത്. ഇറ്റ് ഓൾസോ ഹാസ് മെനി മോർ ജീൻസ് നോൺ ആസ് സെക്സ് ലിങ്ക്ഡ്. In the act of fertilization, when the opposing homologous chromosomes meet, the Y chromosomes does not present any dominance against the X chromosome, which are longer. അപ്പോൾ ഈ ക്രോമസോംസ് ഡീറ്റെയിൽ നോക്കുന്ന മുന്നേ നമ്മൾ പ്രീലിമിനറി UPSC പ്രീലിമിനറി എക്സാമിൽ ബയോളജി ബേസ് ചെയ്തിട്ട് ഏതൊക്കെ ടോപ്പിക് റിലേറ്റഡ് ആണ് ക്വസ്റ്റ്യൻ വരുന്നത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ലൈക്ക് ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് വൈറൽ ഡിസീസ് ആണ്. നെക്സ്റ്റ് മൈക്രോബ്സ്, സെൽസ്, ദാറ്റ് ഈസ് പ്ലാന്റ്സ് വേഴ്സസ് അനിമൽസ്. ഓക്കെ, അത് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ വൈറൽ ഡിസീസസ് നോക്കി. പ്രോട്ടീൻസ്, അമിനോ ആസിഡ്സ്, എൻസൈംസ്, വിറ്റാമിൻസ് ആൻഡ് മിനറൽസ്, അതിന് ഡെഫിഷ്യൻസി ഡിസീസസ്. അതുപോലെ ഫാറ്റ്സ്, ഹെൽത്തി ഫാറ്റ്സ് ആൻഡ് അൺഹെൽത്തി ഫാറ്റ്സ്, ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, ഹ്യൂമൻ ന്യൂറൽ സിസ്റ്റം, ഹ്യൂമൻ ബ്രെയിൻ, മസ്കുലർ ആൻഡ് സ്കെൽറ്റൽ സിസ്റ്റം, DNA, RNA ആൻഡ് മൈറ്റോസിസ് ആൻഡ് മിയോസിസ്. മൈറ്റോസിസും മിയോസിസും നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ DNA, RNA ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നതാണ് നെക്സ്റ്റ് ടോപ്പിക്. അതിനെക്കുറിച്ച് നോക്കാൻ മുന്നേ നമുക്ക് എക്സ് ആൻഡ് വൈ ക്രോമസോംസ് ആൻഡ് സെക്സ് ഡിറ്റർമിനേഷൻ നോക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ പ്രീലിംസിന് കുറച്ച് ദിവസമേ ഉള്ള സ്ഥിതിക്ക് നമുക്ക് ആ ടോപ്പിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള പോർഷൻസ് മാത്രം നമുക്ക് നോക്കാം. കാരണം അല്ലെങ്കിൽ പോർഷൻസ് തീരില്ല, റൈറ്റ്? അപ്പോൾ ഈ ക്രോമസോംസ് ആൻഡ് XY എന്തിനെ നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ DNA പഠിക്കുന്ന സമയത്ത് അവിടെ ക്രോമസോംസ് പറയുമ്പോൾ XY നമ്പേഴ്സ് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോർഷൻ എടുക്കുന്നത്. സോ അത്ര ഡെപ്ത് ആയിട്ട് പോകുന്നില്ല. ഇതിൽ കൊടുത്തിരിക്കുന്നത് മാത്രം നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട് ക്രോമസോംസ് ഓഫ് സ്പ്രിങ്ങിന്റെ ഇത് സെക്സ് ഡിസൈഡ് ചെയ്യുന്നത് മെയിൽ സ്പെർമിൽ നിന്ന് കിട്ടുന്ന ക്രോമസോം ആണെന്ന്. ഓൾസോ ഹാസ് മെനി മോർ ജീൻസ് നോൺ ആസ് സെക്സ് ലിങ്ക്ഡ്. അപ്പോൾ ഫെർട്ടിലൈസേഷൻ ടൈമിൽ, ഇൻ ദ ആക്ട് ഓഫ് ഫെർട്ടിലൈസേഷൻ, വെൻ ദ ഒപ്പോസിംഗ് ഹോമോലോഗസ് chromosomes meet, the Y chromosome does not present any dominance against the X chromosomes, which are longer. ഈ ഹോമോലോഗസ് ക്രോമസോംസ് മീറ്റ് ചെയ്യുന്ന ടൈമിൽ Y ക്രോമസോംസ് എക്സ് ക്രോമസോമിന്റെ മേലെ ഒരു ഡോമിനൻസ് ഉണ്ടാവില്ല, ഡോമിനൻസിന്റെ പ്രസൻസ് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഈ എക്സ് ക്രോമസോംസ് ആണ് ലോങ്ങർ. നമ്മൾ സ്പേം ഗാമറ്റ്സ് നോക്കുന്ന സമയത്ത് അത് ഡീംഡ് ഹെട്രോഗാമറ്റിക് ആണെന്ന് പറഞ്ഞായിരുന്നു. അതായത് ഹാഫ് ഓഫ് ദം കണ്ടെയ്ൻ എക്സ് ക്രോമസോംസ് ആൻഡ് അതേഴ്സ് പോസസ് ദ വൈ ക്രോമസോംസ് ടു കോംപ്ലിമെന്റ് ദ ഫസ്റ്റ് എക്സ് ക്രോമസോം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, റൈറ്റ്? അപ്പോൾ ഇവിടെ ഫെർട്ടിലൈസേഷൻ നടക്കുന്ന ടൈമിൽ ഒപ്പോസിംഗ് ആയിട്ടുള്ള ഹോമോലോഗസ് ക്രോമസോംസ് മീറ്റ് ചെയ്യുമ്പോൾ വൈ ക്രോമസോംസ് എക്സ് ക്രോമസോംസിന്റെ മേലെ ഡോമിനൻസ് പ്രസൻസ് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ദ ആരോസ് റെപ്രസെന്റ് സെക്സ് ലിങ്ക് ജീൻസ് പ്രസന്റ് ഇൻ ദ എക്സ് ക്രോമസോംസ്. ഈ ഹോമോലോഗസ് പെയറിംഗില് എല്ലാ ജീൻസും ഡോമിനന്റ് ആയിരിക്കും, ആസ് ദർ ആർ നോ ഒപ്പോസിംഗ് ജീൻസ് ഇൻ ദ വൈ ക്രോമസോംസ്. അപ്പോൾ അത് ഇറ്റ് ക്യാൻ ഓഫർ എനി ടൈപ്പ് ഓഫ് ഡോമിനൻസ് because as there are no opposing genes in the Y chromosomes. Okay, homologous pairing le ella genes dominant ആവുന്ന സാഹചര്യത്തിൽ no opposing genes ആയിരിക്കും Y chromosomes. So that can offer any type of dominance. Dominanceum recessiveum ഞാൻ ഫസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. Therefore, when there is an XY chromosome complement, that is male, മെയിലാണല്ലോ XY ആൻഡ് ഫീമെയിൽ ആണ് XX എന്ന് പറയുന്നത്. ദീസ് സെക്സ് ലിങ്ക്ഡ് ജീൻസ് ആർ എക്സ്പ്രസ്ഡ് ഇൻഡിപെൻഡന്റ്ലി ഇൻ ദ ഓർഗാനിസംസ് ഫീനോടൈപ്പ്. Phenotype means observable properties of an organism that are produced because of the genotype.
Okay, but developing hairy ears in old age is an appropriate example. And sex-linked characteristics എന്ന് പറയുന്നത് sex-linked genes on the X chromosome shows various characteristics. അതായത് red green color blindness, hemophilia, that is a condition which prevents the clotting of blood, and developing hairy ears in men in old age. So this is sex-linked characteristics. ഇതൊക്കെ നടക്കുന്നതുകൊണ്ടാണ് ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഷോ ചെയ്യുന്നത് അവർ when they become old, okay, in their old age. Next is introduction to DNA ആണ്. അത് നെക്സ്റ്റ് വീഡിയോയിൽ എടുക്കാം. താങ്ക് യു.